ഡൽഹി വനിതാ കമ്മീഷനിലെ 223 ജീവനക്കാരെ ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന പിരിച്ചുവിട്ടു. കമ്മീഷൻ മുൻ അധ്യക്ഷ സ്വാതി മലിവാൾ നടത്തിയ നിയമനങ്ങളാണ് റദ്ദാക്കിയത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ നടപടിയുടെ കാരണം എന്താണ്? വേണു, ചട്ടവിരുദ്ധമായ നിയമനം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന ഡൽഹി വനിതാ കമ്മീഷനിലെ 223 കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ 223 പേരെയും നിയമനം നടത്തിയത് എന്നാണ് ഈ ഉത്തരവിൽ ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കുന്നത്. സ്വാതി മാലിവാൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന സമയത്ത് നടത്തിയ നിയമനങ്ങളിലാണ് ഈ പിരിച്ചുവിടപ്പെട്ട 223 പേരും. ഡൽഹി വനിതാ കമ്മീഷന്റെ സാങ്ഷൻഡ് സ്ട്രെങ്ത് എന്നുള്ളത് 40 പേർ മാത്രമാണ് എന്നും അതിൽ കൂടുതലായി നടത്തിയ ഈ 223 നിയമനങ്ങൾ അനധികൃതമാണ് എന്നും ഇത്തരത്തിൽ നിയമനം നടത്തുമ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമാണ്, എന്നാൽ അത്തരത്തിൽ അനുമതി ലഭിക്കാതെയാണ് ഈ നിയമനം നടത്തിയത് എന്നുമാണ് ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വനിതാ കമ്മീഷനിൽ ഇത്തരത്തിൽ നിയമനം അടക്കമുള്ള സാമ്പത്തിക ചെലവുകൾ ബാധ്യതകൾ ഉണ്ടാകുന്ന നടപടികൾ ഉണ്ടാകുമ്പോൾ അതിന് മുൻകൂറായി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമാണ് എന്നും ലഫ്റ്റനന്റ് ഗവർണർ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അസാധാരണമായ ഒരു നടപടി തന്നെയാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ അന്വേഷണം നടത്തുകയും ഈ 223 പേരുടെ നിയമനവും അനധികൃതമാണ്, ചട്ടം ലംഘിച്ചാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നടപടിയെടുത്തത് എന്നാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. വേണു, ശരി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്.